അലീനയുടെയും മനുവിന്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് തന്റെ അനിയനാണല്ലോ. ഹരിയാണെങ്കിലും വകയില് തന്റെ അനിയനത്തിന് വരുമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർ വരുമ്പം അലീനയാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ. തന്റെ അനിയന്മാർ തന്നെയാണ് ഇത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അലീന പറയുന്നില്ല. പോലീസുകാരൊക്കെ വന്നു പോയതിനു ശേഷം ബാലനാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഇത് കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും മോൾ തനിയെ കുത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അതോ മറ്റാരെങ്കിലും ആണോ? എന്തുണ്ടെങ്കിലും എന്നോട് പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എല്ലാവരും പോയതിനു ശേഷം രോഹിത്തും ഹരിയും വന്നിരുന്നു. ക്ലാസ് കട്ട് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് വരികയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ബാലനൊന്ന് ഞെട്ടിപ്പോവാണ്. രോഹിത്തിന്റെയും ഹരിയുടെയും സ്വഭാവം ഏതാണ്ടൊക്കെ ഇവർക്ക് അറിയാലോ. എന്താ മോളെ, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം വിങ്ങി വിങ്ങി പൊട്ടിക്കറിയാണ് വീണ്ടും. മോളെ, എന്തുണ്ടെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോഴേക്കും അലീന പറയാണ്, രണ്ടുപേരും എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഈ സമയത്ത് ഞാൻ രണ്ടുപേരെയും തള്ളി മാറ്റാനൊക്കെ കുറെ ശ്രമിച്ചതാ. രണ്ടുപേരും കയ്യിൽ നിന്ന് കുതിറി ഓടാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. ആ സമയം കൊണ്ട് അവർ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ അതിന് നിന്നു കൊടുക്കാതെ ഞാൻ സ്വയമേ തന്നെ എൻ്റെ വയറ്റിലേക്ക് കത്രിക കുത്തി ഇറക്കിയതാണെന്നും പറഞ്ഞ് വിതുമ്പി കരയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ബാലചന്ദ്രന് അടിമുടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അവന്മാരെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോഴേക്കും അലീന അവരുടെ കയ്യിലേക്ക് പിടിക്കാണ്. വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് അവന്മാര് സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാ. പക്ഷെ അവന്മാരെ കണ്ണില് എന്നെ അങ്ങനെ കാണാന് അവർക്ക് സാധിക്കുന്നില്ല. രണ്ട് പെങ്ങന്മാരും അമ്മയും ഉള്ളതാണ് രോഹിത്തിന്. പക്ഷെ എന്നിട്ട് പോലും മറ്റൊരു പെണ്ണോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവനറിയില്ല. അവനെ അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. പോലീസുകാരോട് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ജയിലിലേക്ക് അയക്കും. അവരുടെ ഭാവി തന്നെ ഇല്ലാതാവും. പീഡന കേസിലും അതുപോലെ കൊലപാതക ശ്രമത്തിനും ഒക്കെ അവരകത്താവും. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊന്നും പറയാനെന്നും പറയാണ്. മോളെന്തായാലും ചെയ്തത് വലിയൊരു കാര്യമാണ്. എന്നിട്ട് ബാലൻ പറയാണ്, മോൾ ആ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെയും അന്തസ്സും പേരും എല്ലാം നഷ്ടമായനെ. അവന്മാരുടെ ഭാവിയും കൂടി ഇല്ലാതാവും. പക്ഷെങ്കില് മോളെ പറയാഞ്ഞതിലും എനിക്ക് സങ്കടമുണ്ട്. കാരണം അവന്മാർക്ക് തക്കതായ ശിക്ഷ കിട്ടണമായിരുന്നു. സാരില്ല, എന്തായാലും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. ഇനി രണ്ടെണ്ണവും എഴുന്നേറ്റ് നിന്ന് ഒരു പെണ്ണിനോടും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. ഇനി ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ അവന്മാർക്കൊരു പേടി ഉണ്ടാവണം. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. പോലീസുകാർ കൊടുക്കുന്നതിലും നല്ലവണ്ണം രണ്ടുപേർക്കിട്ട് ഞാൻ കൊടുത്തോളാമെന്നും ബാലൻ പറയുമ്പോ അലീന പറയാണ്, വേണ്ട, രണ്ടുപേരും ഒന്നും ചെയ്യണ്ട, ഉപദേശിച്ചാൽ മതി എന്ന് പറയുമ്പം ഇവന്മാരൊന്നും ഉപദേശിച്ച് നന്നാവുന്ന കൂട്ടത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവന്മാർ എന്നെ കാണിക്കില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, മോള് വിഷമിക്കണ്ട എന്നും പറഞ്ഞിട്ട് ബാലനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം മനുവും വന്ന് അവളുടെ അരികിലിരുന്ന് അവളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലനാണെങ്കിൽ വണ്ടി എടുത്ത് ചീറി പാഞ്ഞുകൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ മോളോട് പറഞ്ഞല്ലോ ഏതെങ്കിലും കള്ളക്കാമുകനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യമൊക്കെ മോള് വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്. അമ്മ ഇതുപോലൊക്കെ പറയാ, അല്ല ചേച്ചിക്ക് എന്താ പറ്റിയേ, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുമ്പം നിന്റെ അമ്മയ്ക്കിട്ടാണ് ആദ്യം അടി കൊടുക്കേണ്ടത്, സ്വന്തം മോനെ വളർത്തി ഇങ്ങനെ വഷളാക്കിയതിന്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെ പറയുന്നേ, അതിനുവേണ്ടി മാത്രം എന്താ സംഭവിച്ചേ? നിങ്ങൾ എന്തിനാ രോഹിത്തിനെ കുറ്റം പറയുന്നേ? ആരെങ്കിലും വിളിച്ചുള്ള വീട്ടിൽ കയറ്റിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ബാലൻ വൈജയന്തിനെ അടിക്കാനായിട്ട് അവളുടെ മുഖം വരെ കവളിങ്ങനെ കൊണ്ടുപോയിട്ട് കൈ മാറ്റുന്നുണ്ട്. നിന്റെ ഈ വർത്താനത്തിന് ഞാൻ അടിച്ച് നിന്റെ പല്ല് കൊഴിക്കും, മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ എന്ന് പറയാണ്. തെറ്റേറ്റത് അലീനയല്ല, നിന്റെ മകനാണെന്ന് പറയുമ്പം ആ രോഹിത്തോ, അവൻ എന്ത് ചെയ്തിട്ടാ എപ്പോഴും നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. മിണ്ടിപ്പോവരുത്. ക്ലാസ് കട്ട് ചെയ്ത് രോഹിത്തും ഹരിയും കൂടി ഇന്നിവിടെ വന്നിരുന്നു അവളെ പീഡിപ്പിക്കാൻ. എന്നിട്ട് അത് നടക്കാതായപ്പോഴാ അവന്മാര് വാശിക്ക് അവളെ കൊല്ലാനൊക്കെ ശ്രമിക്കായിരുന്നു. പലതരത്തിലും അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും പറ്റാഞ്ഞപ്പോഴാ അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ കളയാൻ അവൾ തയ്യാറായെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവൾ നിങ്ങളുടെ പറഞ്ഞ കഥയാണോ? പോലീസുകാരുടെ അവൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതെ, നിന്റെ മകനെയും ഹരിയും രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്തതാ. അല്ലെങ്കിൽ രണ്ടെണ്ണവും ഇപ്പൊ ജയിലിലായനെ. നമ്മുടെ കുടുംബത്തിന്റെയും നിന്റെയും എന്റെയും എല്ലാ സൽപ്പേരും എല്ലാം നഷ്ടമായനെ. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവൾ ചെയ്തതാ. അങ്ങനൊരു വലിയ സഹായമാണ് അവൾ ചെയ്തത്. അല്ലേ നിമിഷം പത്രക്കാരും ചാനലുകാരും ഈ വീട് കയറി ഇറങ്ങിയേനെ. നിനക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. നിനക്ക് മാത്രമല്ല, നിന്റെ മക്കൾക്കും എനിക്കും ആർക്കും. ആ കുട്ടി അങ്ങനെ വലിയൊരു ഉപകാരം ചെയ്തതുകൊണ്ട് ഇപ്പൊ തല ഉയർത്തിപ്പിടിച്ച് നീ സംസാരിക്കുന്നു എന്നോടും ബാക്കിയുള്ളവരോടൊക്കെ. ഇനി മേലാൽ അലീനെ കുറിച്ച് വാക്ക് പറഞ്ഞ പല്ലടിച്ച് നിന്റെ വാലി ഞാനിടും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ബാലനാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ബാലനാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എവിടെ നിന്റെ മോനെ, അവനെ ഇങ്ങോട്ടേക്ക് വിളിക്ക് എന്ന് പറയുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അവള്. ഇങ്ങോട്ടേക്ക് വിളിക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ച ദേഷ്യപ്പെടുമ്പോഴേക്കും വൈജയന്തി ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നുണ്ട്. രോഹിത്തെ നീ എവിടാന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാൻ പുറത്താന്ന് പറയുമ്പം പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രോഹിത്ത് പേടിച്ചുകൊണ്ട് എന്താമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നീ ഒന്നിങ്ങോട്ട് വീട്ടിലേക്ക് വാ എന്ന് പറയാണ്. അല്ല ഹോസ്പിറ്റലിൽ എന്തായാലും ചോദിക്കുമ്പം ഹോസ്പിറ്റലിൽ പ്രശ്നമൊന്നുമില്ല, മൊഴി അവൾ പറഞ്ഞല്ലോ, അവക്കറിയാതെ സംഭവിച്ചതാണെന്ന്, പിന്നെന്താ നീ ഇപ്പൊ എവിടെയാ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. ഹരി പറയാണ് എന്താടാ എന്തെങ്കിലും സംശയം തോന്നിയോ? ഏയ് അങ്ങനൊന്നുമില്ല, അമ്മ പറഞ്ഞത് അവള് കൊടുത്ത മൊഴി കേട്ടതല്ലേ, അതേ ഉള്ളൂ, അല്ലാതെ കാര്യമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ചെല്ലാനാ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഇനി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും, നീ ചെല്ല് എന്ന് പറയാണ്. ഞാനും വീട്ടിലേക്ക് പോകാം, മോളെ മാറി നിന്നാലും ചിലപ്പോൾ സംശയം തോന്നിയാലോ എന്നും പറഞ്ഞ് ഹരി ആണെങ്കിലും അവനെ മാറ്റിവിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് വൈജിയാണ് വന്ന് കഥ തുറക്കുന്നത്. അവനകത്തേക്ക് കയറുമ്പോൾ ബാലൻ നിൽക്കുന്നത് കാണുന്നുണ്ട്. ബാലനെ കണ്ടിട്ടും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോവാൻ ശ്രമിക്കുമ്പോൾ നിക്കണ അവിടെ എന്ന് പറയുന്നുണ്ട്. എന്താച്ചാന്ന് പറഞ്ഞ് തിരിഞ്ഞ് ബാലനെ നോക്കുന്ന സമയത്ത് ഒരൊറ്റ അടിയായിരിക്കും കേട്ടോ. ചുരുണ്ട് താഴെ വീഴുന്നുണ്ട് രോഹിത്ത്. ഓടിച്ചെന്ന് വൈജയന്തി അവനെ ചാടി പിടിക്കാണ്. നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ അവനെ തല്ലിയത്? മിണ്ടി പോവരുത്, നീ ഒറ്റ നിർത്തിയ അവനെ വഷളാക്കുന്നത്. മര്യാദയ്ക്ക് അവന്റെ ദേഹത്തുനിന്ന് കൈയെടുക്ക്, അല്ലെങ്കിൽ നിനക്കിട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്താ അമ്മേ എന്താ കാര്യം? അച്ഛനെന്താ തല്ലുന്നെന്ന് ചോദിക്കാണ്. ഓ നിനക്കൊന്നും അറിയില്ലല്ലേടാ, നീ എന്താടാ കരുതിയത് ഞങ്ങളാരൊന്നും അറിയില്ലെന്നോ? എല്ലാ തെളിവുകളും നശിപ്പിച്ച് പതിയങ്ങ് മുങ്ങാന്ന് കരുതിയോ നീയും ഹരിയും? അവളെ പോലീസിനോടെ മൊഴി മാറ്റി പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ സത്യങ്ങളെല്ലാം പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ലെന്ന് പറയാൻ കേട്ടോ. അപ്പോ നിനക്കൊന്നും അറിയില്ല അല്ലേ? എന്താ അറിയാന്നെന്ന് ഞാൻ കാണിച്ചിരടാ എന്നും പറഞ്ഞിട്ട് വീണ്ടും അവന്റെ ഷർട്ടിന്റെ തൂക്കിയെടുത്ത് തലങ്ങും വിലങ്ങും തല്ലുന്നു കേട്ടോ. അവനെ അടിച്ച് ശരിയാക്കാണ്. വൈജയന്തി പിടിക്കാൻ ശ്രമിച്ചാലും ബാലിനെ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവന് ഷർട്ട് തൂക്കി പിടിച്ചുകൊണ്ട് അവന്റെ സഹോദരിമാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതാരടാ എന്ന് ചോദിക്കാണ്. പറടാ ഇത് രണ്ടും ആരാന്ന് ചോദിക്കുമ്പം എന്റെ സഹോദരിമാരാണെന്ന് പറയുന്നുണ്ട്. അല്ല നീ എപ്പോഴെങ്കിലും ഇവരോട് ആ തരത്തിൽ പെരുമാറുമെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓഹോ അപ്പം അവളോട് അങ്ങനെ പെരുമാറാല്ലേ? അലീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അവളുടെ മാനത്തിനെ വിലയിരുന്നാണോ നീ കരുതിയത്? അവളൊരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞ് എന്താടാ അവളുടെ മാനത്തിന് യാതൊരു വിലയില്ലേ? വലിയ കുടുംബത്തിലെ പെൺപിള്ളേർക്ക് മാത്രമല്ല ബാക്കി എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ മാനം വലുത് തന്നെയാ. അതുകൊണ്ടാ അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളയാൻ നോക്കിയത്. അത്രയ്ക്കും വിലയുണ്ട് അവളുടെ മാനത്തിന്. അതൊന്നും അറിയാതെയാണോ നീ ചെന്ന് അവളുടെ അടുത്ത് അമ്മാതിരി കാണിച്ചെന്ന് ചോദിക്കാണ്. എന്നിട്ട് വീണ്ടും പിടിച്ചിട്ട് തല്ലുന്നുണ്ട്. ആ ഹരിയുടെ കൂട്ടുകെട്ടാ നിന്നെ ഇത്രത്തോളം വഷളാക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി പോവരുത്. പുറത്തിറങ്ങാൻ നിന്റെ കാലിന് നേരെയായിട്ട് വേണ്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ കാലിട്ട് നന്നായിട്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ. കാലൊടിഞ്ഞ പോലെ ഇവൻ കിടന്ന് കാറുമ്പോ ഒടിയണം, നിന്റെ കാലൊടിയണം. നീ ഇനി പെരയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നിന്നെ ഇങ്ങോട്ടേക്ക് ആരും കാണാനും വരാൻ പാടില്ല. അങ്ങനല്ല എന്നെ ധിക്കരിച്ച് നീ പുറത്തിറങ്ങാൻ നോക്കിയാലേ വിഷം തന്ന് നിന്നെ കൊല്ലത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാ പെൺകുട്ടികളെയും കാണുമ്പോൾ ഈ രണ്ട് സഹോദരിമാരുടെ മുഖമായിരിക്കണം നിന്റെ മനസ്സിലേക്ക് വരുന്നത്. വേറൊരു പെണ്ണിനോടും നീ ഇമാതിരി ക്രൂരത ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഫോൺ മേടിച്ചിട്ട് അങ്ങനെ രോഹിത്തിന്റെ ഫോണും മേടിച്ച് വെച്ചിട്ട് ആ മുറിയിലെ ബാക്കി എല്ലാ കണക്ഷനും ഊരിട്ടിട്ട് രോഹിത്തിനെ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട് കേട്ടോ ബാലൻ. അപ്പോഴേക്കും വൈജയന്തി ചോദിക്കാണ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? അവനെന്താ കൊച്ചുകുട്ടിയാണോ? നിങ്ങൾ അവനെ മുറിയിൽ പൂട്ടിടാനായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, മിണ്ടി പോകരുത്. എന്റെ അനുവാദം ഇല്ലാതെ ഈ മുറി ആരെങ്കിലും തുറന്നാ പിന്നെ ഞാനുമായിട്ട് അവർക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ ഇവന് വീട്ടിലുണ്ടാവില്ല. എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല. ഒരു പാവം പിടിച്ച പെൺകുട്ടിയോട് ആ ക്രൂരത ചെയ്തിട്ട് നിനക്കൊന്നും ഒരു മനസാക്ഷിയില്ലെന്ന് ചോദിക്കാണ്. ദാ നിന്റെ മോളോട് നിൽക്കുന്നു. നീയും ആരും വീട്ടിലുള്ള സമയത്ത് ആരെങ്കിലും എടുത്തു വന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്കത് സഹിക്കാനാവുമായിരുന്നോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം മോളല്ലാത്തോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തിയും ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് ബാലനെ. അങ്ങനെ ബാലൻ അങ്ങോട്ട് ചെല്ലാണ്. എന്താ മോനെ എന്താ സംഭവിച്ചത്? അലീന മോക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്.
അമ്മ ഇവിടെ കിടന്നിട്ട് അമ്മ സൗണ്ടൊന്നും കേട്ടില്ലെന്ന് ചോദിക്കാണ്. ഇല്ല മോനെ, എന്തൊക്കെയോ ഞരക്കോ മോളിലും ഒച്ചപ്പാട് ബഹളമൊക്കെ ഞാൻ കേട്ടു, അല്ലാതെ വേറെ ഒന്നും കേട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ, ഈ മരണക്കിടക്കി കിടക്കല്ലേ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അലീനനെ ഉപദ്രവിച്ചത് വേറെ ആരുമല്ല, രോഹിത്തും ഹരിയുമാണ്. അവന്മാർ രണ്ടുപേരും ആരില്ലാത്ത സമയം നോക്കി ക്ലാസ്സും കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചപ്പോ അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിട്ടാ അവള് കത്രികയെടുത്ത് അവളുടെ വയറ്റിൽ കുത്തിയെന്ന് പറയുന്നുണ്ട്. എന്റെ ഈശ്വര, ഇപ്പൊ എന്നിട്ട് ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അവക്ക് കുറവായെന്ന് ചോദിക്കുമ്പം ഇപ്പൊ കുറച്ച് ഭേദമായി വരുന്നുണ്ട്, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, എങ്കിലും ഇപ്പൊ അവളിച്ചിട്ട് നോർമലാണെന്ന് പറയാണ്. അവന്മാരെ വെറുതെ വിടരുത്, സ്ത്രീ എന്താണെന്ന് അവന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവന്മാർക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയും അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിയാണെങ്കിൽ രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫോൺ എടുക്കുന്നത് ബാലനായിരിക്കും കേട്ടോ. അങ്കിൽ അവൻ എവിടെയും ചോദിക്കുമ്പം അവൻതാ ടയർഡാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി കിടക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് വരുമോന്ന് ചോദിക്കാണ്. എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഇല്ലടാ, നീ ഇങ്ങോട്ടേക്ക് വാ. അവൻ എന്തോ സുഖമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് കയറിപ്പോയി കിടക്കാണ്. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ വരാമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഹരിയും വരുന്നുണ്ട് കേട്ടോ. ഹരിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കി വിളിക്കുകയാണ് ബാലൻ. അങ്ങനെ ഹരി വന്ന പാടെ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്ത് പറ്റി നിനക്ക് ആകപ്പാടെ വെപ്രാളം പോലെ ചോദിക്കുമ്പം അല്ല അങ്കിളല്ലേ പറഞ്ഞത് രോഹിത് മുറിയിൽ കയറിയിട്ട് തുറക്കുന്നില്ലെന്ന്, അതാണെന്ന് പറയാണ്. അങ്ങനെ ഹരിയോട് ബാലൻ ചോദിക്കാണ്, അല്ല നീ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഞാനോ? എപ്പോ? ഞാൻ വന്നില്ലല്ലോ. അല്ല ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് കണ്ടുവന്ന് അപ്പുറത്തെ ഡോക്ടർ പറഞ്ഞല്ലോ. അയ്യോ അങ്കിൾ, ഞങ്ങൾ വന്നിട്ടില്ല. ഏകദേശം രാവിലെ സമയത്ത് നീയും അതുപോലെ തന്നെ രോഹിത്തും കൂടി ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നെന്നും പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് തിരിച്ചു പോയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞതാ, ഞങ്ങൾ വന്നിട്ട് കൂടിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറയാണ്, ആ സമയത്ത് ഞാൻ കോളേജ് വിളിച്ച് അന്വേഷിച്ചിരുന്നു, നിങ്ങൾ രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്തെന്നും നീ തിരിച്ച് വീട്ടിലേക്ക് പോയെന്നും രോഹിത് ആണേൽ തിരിച്ച് കോളേജിലേക്ക് ചെല്ലുന്നെന്നും കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഹരി ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. ബാലൻ പെട്ടെന്ന് അവന്റെ കോളറെ പിടിച്ചിട്ട് ചോദിക്കാണ്, നീ എന്താടാ കരുതിയത്? ഞാനൊന്നും അറിയില്ലെന്നോ, ഞങ്ങളൊന്നും മനസ്സിലാക്കില്ലെന്നാണോ നീ കരുതിയത്? അലീന ഇവിടുത്തെ സെർവന്റ് ആണെങ്കിലും ഞാൻ എന്റെ മോളെപ്പോലെ തന്നെയാണ് അവളെ കണക്കാക്കുന്നത്. അവളെയാണോടാ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ചോദിച്ചിട്ട് കർണക്കുട്ടി നോക്കി ഒറ്റൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ കറങ്ങി താഴെ വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവനെ കോരി പിടിച്ച് വലിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. നീ എന്താടാ കരുതിയത് ഞങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നോ? ശരിയാ, അവൾ ഹോസ്പിറ്റലില് പോലീസിനോട് കാര്യമൊന്നും പറഞ്ഞില്ല. അതെന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഭാവിയും ഈ വീടിന്റെ സൽപ്പേരും ഇവിടുത്തെ അഭിമാനം സംരക്ഷിക്കാനായിട്ട്. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇപ്പൊ പോലീസ് കൊണ്ടുപോയനെ, നിന്റെയൊക്കെ ജീവിതം ഇതോടെ അവസാനിച്ചേനെ. അതുണ്ടാവാതിരിക്കാനാണ് ആ പാവം പെണ്ണ് അതൊന്നും പറയാതിരുന്നത്. നീയൊക്കെ എന്താടാ കരുതിയത്? വീട്ടിൽ വന്ന് ഒരു സെർവന്റിനോട് എങ്ങനെ പെരുമാറാന്നോ? അവളെ ഒരു പെൺകുട്ടിയാ, അവളോട് എങ്ങനെ പെരുമാറണമെന്ന് നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ചെറിയ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിലും അവൾക്കുണ്ട് മാനവും അഭിമാനവും ഒക്കെ എന്നും പറഞ്ഞിട്ട് വീണ്ടും അടിക്കുന്നുണ്ട്. ഇനി ഇത് കൈകാര്യം ചെയ്യേണ്ടത് നിന്റെ തന്തയാ, അതിന്റെ കാര്യം ഞാൻ ഏറ്റോളാം. എന്താ പറയണ്ടേന്ന് എനിക്കറിയാം, ഇറങ്ങി പോണാന്നും പറഞ്ഞിട്ട് അവനെ തള്ളി പുറത്താക്കുന്നുണ്ട്. ഹരിയാണെങ്കിലോ പെട്ടെന്ന് തന്നെ അടിയും കൊണ്ട് കരഞ്ഞോണ്ട് അവിടുന്ന് ബൈക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വൈജയന്തിന്റെ സഹോദരന്റെ കുട്ടിയാണല്ലോ ഹരി, അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലന് രോഹിത്തിനെ അടിച്ചതുപോലെ എടുത്ത് തലക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അത്രയും കൊണ്ടങ്ങ് നിർത്തിയിരിക്കാണ്. അങ്ങനെ മനുവിനോട് ബാലൻ പറയുന്നുണ്ട്, ഞാനേ ഹരിക്കിട്ട് കുറച്ച് താങ്ങിയിട്ടുണ്ട്, അതെന്തായാലും പ്രശ്നമാണെങ്കിൽ നീ ഒന്ന് മാനേജ് ചെയ്തേക്കണം. എന്താ ആങ്ങളെ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അതെന്താണെന്ന് നീ അരിയോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ബാലൻ ഫോം വെക്കുന്നുണ്ട്. വൈജയന്തിയോട് ബാലൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഒന്നും പറയാനില്ലേ? നിന്റെ മോൻ ചെയ്ത ഈ സൽപ്രവൃത്തിയെ കുറിച്ച് നിനക്ക് അഭിമാനിക്കാമല്ലോ, നിനക്ക് 4 പേരോട് പറഞ്ഞു നടക്കാം എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അവൾ അവസരം ഉണ്ടാക്കിയിട്ടായിരിക്കും, അവള് കൈയും കാലും കാണിച്ച് അവന്മാരെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴേക്കും ബാലൻ അവൾ നേരെ കൈ ഓങ്ങുന്നുണ്ട്. ഇനി ഒരു അക്ഷരം അലിനെ കുറിച്ച് മോശമായി പറഞ്ഞ അടിച്ചിട്ട് പലിയാൻ കൊഴിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ പാവം പെൺകുട്ടി അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ വരെ കളയാൻ തയ്യാറായവളാ, അവളെ കുറിച്ചാണോ നീ അനാവശ്യം പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കുണ്ടല്ലോ 2 പെൺകുട്ടികള്, അത് ഓർത്താ കൊള്ളാം, എപ്പോഴും ആ ഒരു ചിന്ത നിന്റെ മനസ്സിലുള്ളതേ നല്ലതാ എന്നും പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നുണ്ട് കേട്ടോ. അമ്മാമ്മയാണെങ്കിലും മുറി കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. വൈജയന്തി ആകെപ്പാടെ തകർന്ന് ആ കസേരയിലിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോളൊന്ന് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ, എനിക്കാണ് ഈ അവസ്ഥ ഉണ്ടായെങ്കിൽ അമ്മയ്ക്കത് സഹിക്കാനാവോ? അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. അതുപോലെ തന്നെയല്ലോ ആ ചേച്ചിയും,
ആ ചേച്ചി ഒരു അനാഥയായിരിക്കും, അതുപോലെ ഒരു ഹോമിൽ വളർന്നതായിരിക്കും. പക്ഷേ അവർക്കും ഞങ്ങളുടേതുപോലെ തന്നെ അഭിമാനമുള്ളതല്ലേ, ഞങ്ങളെപ്പോലെ തന്നെ മനസ്സുള്ളവരല്ലേ അവരും. പിന്നെന്താ അമ്മ അങ്ങനെ ചിന്തിക്കാത്തത്? എന്തിനാ അമ്മ ഇങ്ങനെ മോശമായിട്ട് പറയുന്നേ? അച്ഛൻ പറഞ്ഞ പോലെ ഇനി മേലാൽ അലന ചേച്ചിയെ കുറിച്ച് ഒരു വാക്ക് പോലും അമ്മ പറയരുത്. എനിക്കിത് സഹിക്കാനാവില്ലെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. വൈജന്തി ആണെങ്കിൽ മോൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഓർത്ത് ആകെപ്പാ ടെൻഷൻ ചിരിക്കാണ്. രോഹിത് ആണെങ്കിൽ കഥകിന് മുട്ടു വിളിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ ബാലൻ പറഞ്ഞല്ലോ ആ കഥ തുറക്കാനോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനോ ആരും ഇറങ്ങിയേക്കരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബാലന് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവൾ വെള്ളം പോലും കൊടുക്കുന്നില്ല, ആ ഡോറിന്റെ അരികിലേക്ക് പോലും പോകുന്നില്ല കേട്ടോ. പക്ഷെ വൈജയന്തിക്ക് ഒരു പേടിയുണ്ട്, അവൻ എന്തെങ്കിലും കാണിക്കുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. ആ റൂമിനകത്ത് ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് തന്നെ വൈജയന്തി പിന്നെ കൂടി ജനലിൽ കൂടെ പോയി നോക്കുമ്പോഴേക്കും അവൻ തറയില് കഥകിന്റെ താഴെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു സ്റ്റോറി ഉണ്ട്, അലീന മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. ഇതുപോലെ എല്ലാ ദിവസവും അലീനയുടെ മനുവിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.